ഹലോ കൂട്ടുകാരെ, ഞാൻ വീണ്ടും ഒരു സൂംബി പടവുമായിട്ട് വന്നിരിക്കുകയാണ്. ഈ ഒരു സിനിമയിൽ സൂംബി മാത്രമല്ല, പാരസൈറ്റും ഉണ്ട്. വളരെ സ്ലോ പേസിൽ തുടങ്ങുന്ന ഒരു സിനിമ. പക്ഷെ കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും സാധനം അങ്ങോട്ട് കത്തിക്കേറും. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പൊ നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മൂടൽമഞ്ഞൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു കാടാണ്. അവിടേക്ക് വഴിതെറ്റി വന്നിരിക്കുകയാണ് രണ്ട് ഹൈക്കേഴ്സ് ആയിട്ടുള്ള മൈക്കും അതുപോലെ തന്നെ സോനയും. എങ്ങോട്ടാണ് പോവേണ്ടതെന്ന് അറിയാതെ ആകെ കൺഫ്യൂഷനിലാണ് രണ്ടുപേരും. അപ്പോഴാണ് ആ ഒരു മൂടൽമഞ്ഞിൽ നിന്ന് ഒരു യുവതി നടന്നു വരുന്നത് ഇവർ കാണുന്നത്. വളരെ അടുത്തെത്തിയപ്പോഴാണ് അതൊരു സൂംബിയാണെന്ന് ഇവർക്ക് മനസ്സിലായത്. അപ്പൊ തന്നെ സോന ഓടിപ്പോയി. പാവം മൈക്കിനെ ആ ഒരു സൂംബി കടിച്ചു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കഥാനായകനായിട്ടുള്ള ബ്ലാസ്കോയെ ആണ്. ബ്ലാസ്കോയ്ക്ക് ഒരുപാട് ജോലികളുണ്ട്. അവനൊരു മ്യൂസീഷ്യനാണ്, ഒപ്പം തന്നെ ഒരു പെസ്റ്റ് കൺട്രോളറും കൂടിയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വാൻ ഇപ്പോ ടാക്സി പോലെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് ബ്ലാസ്കോ. ആദ്യത്തെ കസ്റ്റമർ ഇപ്പൊ വണ്ടിയിൽ കയറിയിട്ടുണ്ട്. മാരിയല എന്നാണ് ഈ പുള്ളിക്കാരുടെ പേര്. വയ്യാതിരിക്കുന്ന തന്റെ അച്ഛനെ കാണാൻ പോവുകയാണ് മാരിയല. നമ്മുടെ ബ്ലാസ്കോയ്ക്ക് ഒരു സ്വഭാവമുണ്ട്, ചെവി തിന്നുകൊണ്ടിരിക്കുകയാണ് മാരിയലയുടെ. അതായത് എപ്പോഴും സംസാരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ അടുത്ത സ്റ്റോപ്പ് ആയിട്ടുണ്ട്. രണ്ട് പാസഞ്ചേഴ്സ് ഇവിടെ നിന്ന് കയറാനുണ്ടെന്ന് നമ്മുടെ ബ്ലാസ്കോ ഇപ്പൊ മാരിയയുടെ അടുത്ത് പറയുകയാണ്. അത് മറ്റാരുമല്ല, നമ്മുടെ ലിഡിയയും അവരുടെ മകളായിട്ടുള്ള മാർത്തയുമാണ്. ലിഡിയ അപ്പൊ നമ്മുടെ ബ്ലാസ്കോയുടെ അടുത്ത് പറയുന്നുണ്ട്, ഇതൊരു പഴഞ്ചൻ വണ്ടിയാണല്ലോ, പക്ഷേ വെബ്സൈറ്റിൽ നല്ല അടിപൊളി വാൻ ആണല്ലോ കാണാനുള്ളത്. മാഡം, ഇതിന് വലിയ സൗകര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡിക്കി മൊത്തം തുറന്നു കാണിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ ബ്ലാസ്കോ. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫ്രീക്കത്തി ആയിട്ടുള്ള നമ്മുടെ മാർത്ത അങ്ങോട്ടേക്ക് കടന്നു വരുന്നത്. ബ്ലാസ്കോ ഒരുമാതിരി നോട്ടം തന്റെ മകളെ നോക്കുന്നത് കണ്ട ലിഡിയ അപ്പൊ തന്നെ മാർത്തയോട് വണ്ടിയിൽ കയറാൻ പറയുകയാണ്. പക്ഷെ മാർത്തയാകട്ടെ, എനിക്ക് ഫ്രണ്ടിലിരിക്കണം അല്ലെങ്കിൽ ഞാൻ ഛർദ്ദിക്കും എന്ന് പറയുകയാണ്. അമ്മയോട് വഴക്കിട്ടിട്ട് നമ്മുടെ മാർത്ത ബ്ലാസ്കോയോടൊപ്പം ഫ്രണ്ടിൽ തന്നെ ഇരുന്നു. ഈ വണ്ടിയിൽ AC ഒന്നും ഇല്ലല്ലോ, ഭയങ്കര ചൂടെടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരാതി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലിഡിയ. എന്റെ വണ്ടിയെ കുറ്റം പറയരുത്, അടിപൊളി വണ്ടിയാണ്, ഇവൾക്ക് നെസ്സ എന്നാണ് ഞാൻ പേരിട്ടുള്ളത് എന്ന് ബ്ലാസ്കോ ഇവരടുത്ത് പറയുകയാണ്. പിന്നെ ബ്ലാസ്കോ ഇവരുടെ ചെവി തിന്നാനായിട്ട് തുടങ്ങി. പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും താനൊരു മ്യൂസീഷ്യൻ ആണെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് തള്ളിക്കൊണ്ടേയിരിക്കുകയാണ്. ബ്ലാസ്കോയുടെ സംസാരം നമ്മുടെ മാർത്തയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നു, അവളുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നേ ഇല്ല. പുള്ളിക്കാരി ഏത് സമയം ഈ ഒരു വണ്ടിനെ പറ്റിയിട്ട് കുറ്റം പറയുകയാണ്. ഞാൻ സൈറ്റിൽ എന്തായാലും ഇതിന് 0 റേറ്റിംഗേ കൊടുക്കുള്ളൂ, ഒരു പൊട്ട വണ്ടി. നമ്മുടെ പുലിവാൽ കല്യാണത്തിൽ കാറിലുള്ള ആ ഒരു പാട്ട് ഓണാവൂലേ, ഗട്ടറിൽ ചാടിയാല്, അതേ അവസ്ഥ തന്നെയാണ് ഇതിലും. ബ്ലാസ്കോ നമ്മുടെ മാർത്തയുടെ അടുത്ത് സംസാരിക്കുന്നത് ലിഡിയയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. അവൾ എപ്പോഴും അതിനെ എതിർത്തുകൊണ്ടേ ഇരിക്കുകയാണ്. പാവം മാരിയല്ല മാത്രം ഒരു അക്ഷരം മിണ്ടുന്നില്ല. അവൾക്ക് ക്യാൻസർ ആയിരുന്നു. അത് അവളുടെ തലയിലുണ്ടായിരുന്ന ആ ഒരു വിഗ് ഇളകിയപ്പോഴാണ് നമ്മുടെ ലിഡിയ ശ്രദ്ധിച്ചത്. ഈ വണ്ടിയാണെന്നുണ്ടെങ്കിൽ വളരെ പതുക്കിയാണ് ഓടിക്കുന്നത്, മൈലേജ് ലാഭിക്കാനാണെന്നാണ് നമ്മുടെ ബ്ലാസ്കോ പറയുന്നത്. സത്യത്തിൽ ഈ വണ്ടി അത്രയും സ്പീഡ് എടുക്കാനേ കഴിയുള്ളൂ. ബ്ലാസ്കോയുടെ തള്ളു കേട്ട് കേട്ട് ഇപ്പൊ രാത്രി ആയിട്ടുണ്ട്. ഇനി വലിയ ചുരങ്ങളൊക്കെ കയറാനായിട്ടുണ്ട്. എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കാനുണ്ടെങ്കിൽ അടുത്തുള്ള കടയിൽ നിന്ന് നമുക്ക് വാങ്ങാമെന്നൊക്കെ ബ്ലാസ്കോ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. പെട്ടെന്നാണ് നമ്മുടെ ബ്ലാസ്കോ ഒരു കാഴ്ച കണ്ട് അമ്പരന്ന് വണ്ടി നിർത്തിയത്. ഉൽക്ക പോലുള്ള എന്തോ ഒരു വലിയ വസ്തു, അതും ഏലിയൻ പേടകം പോലെയുള്ള ഒരു സാധനം റോഡിന്റെ സൈഡിൽ വന്ന് കിടക്കുകയാണ്. റോഡിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ അവശിഷ്ടങ്ങൾ അങ്ങിങ്ങായിട്ട് കാണാനുമുണ്ട്. ബ്ലാസ്കോ പതിയെ അവിടെ മൊത്തം പരിശോധിക്കാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് സൈഡിലായിട്ട് ഒരു വലിയ പേടകം പോലുള്ള എന്തോ ഒരു വസ്തു അവൻ കാണുന്നത്. മൂക്ക് പൊത്തിയിട്ടാണ് ബ്ലാസ്കോ അങ്ങോട്ടേക്ക് പോകുന്നത്. ഈ ഒരു കാഴ്ച കണ്ട് നമ്മുടെ മാർത്തയും വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അവൾ ഇറങ്ങിയ ആ ഒരു സൈഡിൽ തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പദാർത്ഥം, അല്ലെന്നുണ്ടെങ്കിൽ ജീവനുള്ള എന്തോ ഒരു സബ്സ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു. അവൾ അതിന്റെ അടുത്തേക്ക് പോവാണ്. മറുവശത്ത് ആ ഒരു പേടകം എന്താണെന്നറിയാനായിട്ട് ബ്ലാസ്കോ അത് തൊട്ട് നോക്കുന്നുണ്ട്. ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ മാർത്തയാകട്ടെ വഴുവഴുപ്പുള്ള ആ ഒരു ജീവിയുടെ അടുത്തേക്ക് പോയിട്ട് അതിന് നേരെ കൈ നീട്ടുകയാണ്. ആ ഒരു ജീവിയും അതുപോലെ തന്നെ ചെയ്യുകയാണ്. പെട്ടെന്ന് നമ്മുടെ ബ്ലാസ്കോ പറയാണ്, നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് പോവാം, ഇതെന്തെങ്കിലും തരത്തിലുള്ള ടോക്സിക് മെറ്റീരിയൽ ആവാനുള്ള ചാൻസ് ഉണ്ട്, വെറുതെ പണി മേടിക്കണ്ട. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ മാർത്തയുടെ കയ്യിലേക്ക് ഈ ഒരു ജീവിയാണെന്നുണ്ടെങ്കിൽ ഒരു പുഴുവിനെ അങ്ങോട്ട് തൊടുത്തു വിടുന്നുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ അവളുടെ വിരലിലേക്ക് കയറുകയും ചെയ്തു. അപ്പോഴേക്കും ലിഡി വന്ന് അവളെ ചീത്ത പറയാനായിട്ട് ആരംഭിച്ചു. നീ എന്ത് പണിയാ കാണിച്ച്, അതിലൊന്നും തൊടല്ലേ, വേഗം വണ്ടിയിലേക്ക് കയറിയിരിക്കുക. വേദന കൊണ്ട് പൊളഞ്ഞ നമ്മുടെ മാർത്തയാകട്ടെ അമ്മ പറയുന്നത് അതേപോലെ തന്നെ അനുസരിച്ചു. അങ്ങനെ അവരവിടെ നിന്നും യാത്ര തുടർന്നു. ചിലപ്പോ വല്ല ഏലിയൻസ് നമ്മുടെ ഭൂമിയിലേക്ക് വന്നതായിരിക്കും എന്നാണ് ബ്ലാസ്കോ പറയുന്നത്. അത് തന്നെയാണ് മാർത്തയും ശരിവെക്കുന്നത്. പക്ഷേ നമ്മുടെ ലിഡി ആണെന്നുണ്ടെങ്കിൽ അത് വേറെന്തോ സബ്സ്റ്റൻസ് ആണ്, അത് ഏലിയൻസും മറ്റൊന്നുമല്ല, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും, എന്തായാലും പോലീസിനെ അന്വേഷിച്ചോളൂ, നിങ്ങൾ ആദ്യം നേരെ നോക്കി വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കൂ എന്ന് പറയുകയാണ്. അതോട് കൂടിയിട്ട് ലിഡിയയ്ക്ക് നേരെ നമ്മുടെ ബ്ലാസ്കോ ഒന്ന് നോക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെ ഇവരുടെ വാൻ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ ഇടിച്ചിടുന്നുണ്ട്. ലിഡിയ അപ്പൊ തന്നെ പറഞ്ഞു വണ്ടി നിർത്തുന്നത്. പക്ഷേ ബ്ലാസ്കോ നിർത്താനായിട്ട് തയ്യാറായില്ല. എനിക്ക് വയ്യ ഈ കേസും പൊല്ലാപ്പായിട്ട് നടക്കാനായിട്ട്, എന്റെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്ലാസ്കോ സമ്മതിക്കുന്നില്ല. ഞങ്ങൾ നിങ്ങൾക്കെതിരെ മൊഴി പറയും എന്ന് പറഞ്ഞോട് കൂടിയിട്ട് ബ്ലാസ്കോയ്ക്ക് പിന്നെ മറ്റൊരു വഴിയുമില്ലാതെ അവൻ തിരിച്ച് വണ്ടി ആ ഒരു സ്ഥലത്തേക്ക്, ആ ഇടിച്ച സ്ഥലത്തേക്ക് തന്നെ വരികയാണ്. നമ്മൾ സിനിമയുടെ
സിനിമയുടെ തുടക്കത്തിൽ കണ്ട സോനയല്ലേ ഓടിപ്പോയിട്ടുണ്ടായിരുന്ന, അവളായിരുന്നു അത്. അവളുടെ മുഖമാകെ വികൃതമായിട്ടുണ്ട്. ബ്ലാസ്കോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ ആകെ പേടിയായി. ഈശ്വര, അവര് മരിക്കല്ലേ മരിക്കല്ലേ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാരിയലാകട്ടെ അവളുടെ ഇഞ്ചുറീസും മറ്റൊക്കെ പരിശോധിക്കുകയാണ്. കാരണം അവൾ ഒരു നഴ്സാണല്ലോ. എത്രയും പെട്ടെന്ന് പരിക്കേറ്റ ഈ പെൺകുട്ടിയെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാം എന്നാണ് മാരിയലെ പറയുന്നത്. പക്ഷെ ബ്ലാസ്കോ സമ്മതിക്കുന്നില്ല. പോകുന്ന വഴിയിലെങ്ങാനും ഇവര് മരിച്ചു പോയാൽ പിന്നെ ജീവിതകാലം മുഴുവൻ എനിക്ക് ഈ ഒരു വണ്ടിയിൽ കയറാനായിട്ട് പറ്റില്ല. ബ്ലാസ്കോയ്ക്ക് തന്റെ വാൻ അത്രയ്ക്കും ജീവനായിരുന്നു. പോലീസിനെ വിളിക്കാനായിട്ട് ലിഡിയയും അതുപോലെ തന്നെ ബ്ലാസ്കോയും ഫോൺ എടുത്തെങ്കിലും രണ്ടുപേരുടെയും ഫോണും അപ്പൊ തന്നെ കേടുവന്നു പോവുകയാണ്. അവസാനം സോന എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ വാനിൽ കൊണ്ടുപോകാനായിട്ട് ബ്ലാസ്കോ സമ്മതിച്ചു. ആർത്ത ഇതൊക്കെ കണ്ട് ആകെ പേടിച്ചിരിക്കുകയാണ്. അവൾ വാനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. ഒരുവിധം 3 പേരും കൂടി ചേർന്നിട്ട് സോന എന്ന് പറയുന്ന ആ ഒരു പെൺകുട്ടിയെ വാനിലേക്ക് കയറ്റുകയാണ്. ഈ വാനിന്റെ ഏറ്റവും പുറകിലായിട്ട് ചെറിയൊരു ബെഡ്റൂം ഉണ്ടായിരുന്നു. അതിലായിരുന്നു ഈ ഒരു പെൺകുട്ടിയെ കിടത്തിയത്. അവളെ നോക്കാനായിട്ട് മാരിയലയും കൂടെയുണ്ട്. ലിഡി ആകട്ടെ ഇപ്പൊ ബ്ലാസ്കോയുടെ അടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ പുറകിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ബാക്കിയുള്ളവർ ആരും അറിയുന്നില്ല. ഈ ഒരു സോന എന്ന് പറയുന്ന പെൺകുട്ടി ഒരു സൂംബിയെ മാറിയിട്ടുണ്ടായിരുന്നു. സോന എന്താണ് പറയുന്നത് അറിയാൻ വേണ്ടിയിട്ട് മാരിയല ചെവി അവളുടെ മുഖത്തോട് അടുപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതോട് കൂടിയിട്ട് ആ ഒരു സൂംബി ഇപ്പൊ നമ്മുടെ മാരിയലിനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വായിൽ നിന്നും പ്രത്യേക തരത്തിലുള്ള ഒരു ലിക്വിഡ് ഒക്കെ ഇപ്പോ ഈ മാരിയലയുടെ മുഖത്തേക്ക് ആവുന്നുണ്ട്. അവൾക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ല. ബാക്കിയുള്ളവർ ആരും തന്നെ ഇത് അറിയുന്നില്ല. കാരണം ഫ്രണ്ടിൽ ഇപ്പൊ പാട്ടൊക്കെ വെച്ചിരിക്കുകയാണ്. പക്ഷേ മറുവശത്ത് അപ്പോഴേക്കും നമ്മുടെ മാരിയലയുടെ ദേഹത്തേക്ക് ആ ഒരു പാരസൈറ്റ് അല്ലെങ്കിൽ ആ ഒരു സൂംബി കയറി കൂടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ലിഡിയെയാണ് ഇപ്പൊ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ ബ്ലാസ്കോ ഈ ഒരു സൗണ്ട് ഒക്കെ കേട്ടിട്ട് വണ്ടി നിർത്തി. നോക്കുമ്പോ പുറകിൽ നടക്കുന്നത് കണ്ടിട്ട് ഇവര് രണ്ടുപേരും ഞെട്ടിപ്പോയി. അർത്ഥ പുറകിലേക്ക് ഓടിപ്പോയിട്ട് തന്റെ അമ്മയെ രക്ഷിക്കാനായിട്ട് നോക്കുകയാണ്. അമ്മയുടെ ശരീരം മുഴുവൻ ഇപ്പൊ വഴുവഴുപ്പുള്ള എന്തോ ഒരു ദ്രാവകം കൊണ്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് ലിഡിയയ്ക്ക് ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ നമ്മുടെ ബ്ലാസ്കോയും ലിഡിയും അതുപോലെ തന്നെ മാർത്തയും കൂടി ചേർന്നിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. പുറകിലുണ്ടായിരുന്ന ആ ഒരു സോംബി ക്രിയേച്ചറിനെ അപ്പൊ തന്നെ ബ്ലാസ്കോ അവന്റെ ഗിറ്റാർ കൊണ്ട് അടിക്കുന്നുണ്ട്. ഇവര് 3 പേരും കുറച്ച് മാറി നിന്നിട്ട് എന്താണ് ഈ ഒരു ജീവി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ്. വാനിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആ ഒരു ക്രിയേച്ചർ ആണെന്നുണ്ടെങ്കിൽ എങ്ങോട്ടേക്കോ ഓടി പോകുന്നതാണ് ഇവർക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി ഇവിടെ നിന്നാൽ പ്രശ്നമാകും, നമുക്ക് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാസ്കോ ലിഡിയെയും അതുപോലെ തന്നെ മാർത്തയും കൂട്ടിയിട്ട് ആ ഒരു കാട്ടിലൂടെ നടക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്രീച്ചർ നമ്മളെ എളുപ്പത്തിൽ പിടികൂടാനായിട്ട് സാധിക്കും. അതുകൊണ്ട് സ്പ്ലിറ്റ് ആവാനായിട്ട് അവർ തീരുമാനിച്ചു. ബ്ലാസ്കോ ഇപ്പൊ ഒറ്റയ്ക്കാണ്. ലിഡിയും മകളായിട്ടുള്ള മാർത്തയും ഇപ്പൊ മറ്റൊരു വഴിയിൽ നടന്നു. തന്റെ പിന്നാലെ ആ ഒരു ജീവി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നമ്മുടെ ബ്ലാസ്കോ ഒരു വലിയ മരത്തിന്റെ മുകളിലേക്ക് കയറി. എന്നിട്ട് അനങ്ങാതെ കിടക്കുകയാണ്. മറുവശത്ത് നമ്മുടെ മാർത്തയുടെ ആ വിരലുണ്ടായിരുന്ന മുറിവിൽ നിന്ന് ഒരു പുഴു പോലുള്ള സാധനം വരുന്നത് ഇപ്പൊ ലിഡിയെയും കാണുന്നുണ്ട്. അവരതെടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോഴാണ് വീണ്ടും ആ ഒരു ക്രീച്ചർ അവരുടെ അടുത്തേക്ക് വരുന്നത്. വേദന കൊണ്ട് പൊളഞ്ഞ മാർത്തയുടെ സൗണ്ട് കേട്ടിട്ടാണ് ആ ഒരു ക്രീച്ചർ ഇവരുടെ അടുത്തേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ബ്ലാസ്കോ ഇപ്പോ രക്ഷപ്പെട്ടു. ആ ഒരു ക്രീച്ചർ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇപ്പൊ ലിഡിയ തന്റെ മകളുടെ അടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടാനായിട്ട് പറയുകയാണ്. എങ്ങനെയെങ്കിലും റോഡിലേക്ക് എത്തിയിട്ട് ആരുടെയെങ്കിലും ഹെൽപ്പ് ചോദിക്കുക, എന്നെ നോക്കണ്ട എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നമ്മുടെ മാർത്തയാണെന്നുണ്ടെങ്കിൽ അമ്മയെ വിട്ടു പോകാനായിട്ട് തയ്യാറാവുന്നുണ്ടായിരുന്നില്ല. നിർബന്ധിച്ചാണെന്നുണ്ടെങ്കിലും മാർത്തയെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ് ലിഡിയ. അങ്ങനെ മാർത്ത അവിടെ നിന്ന് നടന്ന് നീങ്ങുമ്പോൾ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ അവളുടെ അമ്മയെ അവിടെ കാണാനില്ല. അമ്മ അവിടെ ഒരു മരത്തിന് ചുവട്ടിലായിട്ട് ഒളിച്ചു നിൽക്കുകയായിരുന്നു. ശേഷം ഒരു കല്ല് ഉപയോഗിച്ചിട്ട് ഈ ഒരു ക്രീച്ചറിനെ നേരിടാനായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ ആ ഒരു ഭീമാകാരമായ മുഖമുള്ള ക്രീച്ചർ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവൾക്ക് നേരെ അലറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ട നമ്മുടെ മാർത്തയാകട്ടെ ഇപ്പൊ ബ്ലാസ്കോയെ കണ്ടുമുട്ടിയിരിക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു ക്രീച്ചർ നമ്മുടെ ലിഡിയെ ഉപദ്രവിക്കുന്ന സൗണ്ട് ഇവർക്ക് രണ്ടുപേർക്കും വ്യക്തമായിട്ട് കേൾക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടണം മോളെ എന്നാണ് ബ്ലാസ്കോ പറയുന്നത്. പക്ഷെ അമ്മയില്ലാതെ ഞാൻ വരില്ല എന്നാണ് മാർത്ത പറയുന്നത്. നീ എന്ത് ഭ്രാന്താണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വാനിലേക്ക് ബ്ലാസ്കോ ഓടിക്കയറി. എന്നിട്ട് മാർത്തയ്ക്ക് കയറാനായിട്ട് ഡോർ തുറന്നു കൊടുക്കുകയാണ്. പക്ഷേ അപ്പോഴേക്കും ആ ഒരു ക്രീച്ചർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അത് കണ്ടതോട് കൂടിയിട്ട് മാർത്തയ്ക്ക് പേടിയായി. അതോടുകൂടി അവളും ഈ ഒരു വാനിലേക്ക് ഓടിക്കയറുകയാണ്. എന്നിട്ട് ഇവരവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ ആ ഒരു വാനിന്റെ മുകളിലായിട്ട് തന്നെ ഈ ഒരു ക്രീച്ചറും ഉണ്ടായിരുന്നു. അത് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. മാർത്ത അപ്പൊ ബ്ലാസ്കോയോട് ചോദിക്കുന്നുണ്ട്, ഇതൊരു പാരസൈറ്റ് ആണോ അതോ ഒരു സൂംബി ആണോ, എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല മോളെ, ഇതൊരു സൂംബിയെ പോലെയാണ് പെരുമാറുന്നത്. ബ്ലാസ്കോയുടെ വാനിന്റെ പെട്രോൾ ഇപ്പൊ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത് തന്നെ ഒരു പെട്രോൾ പമ്പ് ഉണ്ടെന്നുള്ള ഒരു ബോർഡ് ഇവർ കണ്ടു, ഏകദേശം 15 കിലോമീറ്റർ. പക്ഷേ ഈ ഒരു പെട്രോൾ പമ്പിന് അടുത്തെത്തുന്നതിന് മുമ്പായിട്ട് തന്നെ പെട്രോൾ മൊത്തം കഴിഞ്ഞു. അതോടുകൂടി ഇവർക്കിപ്പോ വണ്ടി തള്ളിക്കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നിരിക്കുകയാണ്. രണ്ടുപേരും കൂടി ഐലസ ഐലസ എന്നൊക്കെ പാട്ടൊക്കെ പാടി ഇപ്പോ ആ ഒരു പെട്രോൾ പമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ നട്ടപ്പാതിരാത്രിക്ക് ആരുണ്ടാവാനാ? അങ്ങനെ 5 മണിയാകുമ്പോഴാണ് ആ പെട്രോൾ പമ്പിലെ ജീവനക്കാരനായിട്ടുള്ള ജോൺ വരുള്ളൂ. അപ്പോഴാണ് ടാങ്ക് ലീക്ക് ആവുന്നത് നമ്മുടെ ബ്ലാസ്കോ കാണുന്നത്. അതൊക്കെ പരിഹരിച്ചതിന് ശേഷം അടുത്തുള്ള ഗ്രാമത്തിൽ പോയിട്ട് എങ്ങനെയെങ്കിലും പെട്രോൾ ഒപ്പിച്ചു വരാം എന്ന് പറഞ്ഞ് നമ്മുടെ
മാർത്തയോട് വണ്ടിയിൽ തന്നെ ഇരിക്കാനായിട്ട് പറയാണ്. ഡോറൊക്കെ ലോക്ക് ചെയ്തോളണം, നീ ഒരു കാരണവശാലും പേടിക്കരുത്, ആര് വന്നാലും ഡോർ തുറക്കരുത് എന്നും പറഞ്ഞു. മാർത്തയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാൻ പേടിയാണ്, വേറെ വഴിയുമില്ല, ഇവളെയും കൂടെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എന്തായാലും അപകടത്തിൽ പെടും. അങ്ങനെ ഒരുവിധം മാർത്തയെ സമാധാനിപ്പിച്ചിരുത്തിയിട്ട് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് ബ്ലാസ്കോ പോവുകയാണ്. ബ്ലാസ്കോ പോയ അപ്പൊ തന്നെ നമ്മുടെ മാർത്ത പേടിച്ചു ഇറക്കാനായിട്ട് തുടങ്ങി. വാനിന്റെ എല്ലാ ഡോറും ലോക്ക് ചെയ്തു, അതേപോലെ തന്നെ ലൈറ്റും ഓഫ് ആക്കിയിട്ടുണ്ട്. മറുവശത്ത് നമ്മുടെ ബ്ലാസ്കോ നടന്ന് ആൾതാമസമുള്ള ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവിടെ ഒരു കാറ് കണ്ടു. ആ ഒരു കാറിൽ നിന്ന് പെട്രോൾ ഊറ്റാനായിട്ടാണ് അവന്റെ പ്ലാന്. പെട്രോൾ പമ്പിൽ നിന്ന് ഒരു വലിയ ക്യാൻ തന്നെ അവൻ എടുത്തിട്ടുണ്ടായിരുന്നു. മറുവശത്ത് ഇപ്പൊ പെട്രോൾ പമ്പിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർത്ത അവളുടെ സൈഡ് മിറർ നോക്കുമ്പോ അതിൽ ദേ അവളുടെ അമ്മ, അതായത് സൂംബിയായി മാറിയിട്ടുള്ള അവളുടെ അമ്മ വന്നിരിക്കുകയാണ്. ഇവൾ എങ്ങനെ ആ ഒരു സീറ്റിൽ താഴ്ന്നു കിടന്നു. മുമ്പ് ജീവനക്കാരനായിട്ടുള്ള ജോൺ അപ്പോഴേക്കും ഈ ഒരു പമ്പിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടതും നമ്മുടെ മാർത്ത വണ്ടിയുടെ അടിയിൽ പൊളിച്ചു നിൽക്കുകയാണ്. മറുവശത്ത് പെട്രോൾ ഊറ്റിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബ്ലാസ്കോയുടെ അടുത്തേക്ക് ഒരു പൂച്ച വരികയാണ്. അവൻ ആ പൂച്ചയെ എടുത്തപ്പോൾ തന്നെ അവന്റെ കയ്യിൽ മൊത്തം രക്തമാവുന്നുണ്ട്. അടുത്തുണ്ടായിരുന്ന ഒരു വീടിന്റെ ജനലിലൂടെ അവൻ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അതിനുള്ളിലെ ആളുകളൊക്കെ മരിച്ചു കിടക്കുകയാണ്. മറുവശത്ത് ഇപ്പൊ വണ്ടിയുടെ അടിയിൽ മിണ്ടാണ്ട് കിടക്കുകയാണ് നമ്മുടെ മാർത്ത. പക്ഷെ ആ ഒരു പമ്പിലെ ജീവനക്കാരൻ ഇതൊന്നും അറിയില്ലല്ലോ. പുള്ളിക്കാരൻ മാഡം എന്താണ് പെട്രോൾ വേണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഈ ഒരു സോംബി ലിഡിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പറന്നു പോയിട്ട് അയാളെ അപ്പ തന്നെ തീർത്ത് കളയുകയാണ്. പേടിച്ച് വിറച്ച് നിൽക്കുകയാണ് നമ്മുടെ മാർത്ത. എന്തോ ഭാഗ്യത്തിന് അപ്പോഴേക്കും ബ്ലാസ്കോ അങ്ങോട്ടേക്ക് വന്നു. പക്ഷെ അപ്പോ ആ ഒരു സോംബി അവിടെ കാണാനില്ല. ഇനി ഒന്നും പറഞ്ഞു നിൽക്കണ്ട, വേഗം വണ്ടിയിലോട്ട് കയറ് എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാസ്കോയും നമ്മുടെ മാർത്തയും അവിടെ നിന്നും പോവുകയാണ്. ഇപ്പൊ നമ്മുടെ മാർത്തയ്ക്കൊരു സംശയം, നമ്മുടെ ബ്ലാസ്കോ എങ്ങാനും സൂംബിയായി മാറിയിട്ടുണ്ടോ? അവളിങ്ങനെ ബ്ലാസ്കോയുടെ അടുത്ത് അവന്റെ പഴയ കാല കാര്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ആരംഭിച്ചു. നമ്മുടെ ബ്ലാസ്കോ അതിനെല്ലാം വ്യക്തമായിട്ടുള്ള മറുപടി നൽകി. അപ്പോൾ അവളുടെ പേടിയൊക്കെ മാറി. എന്നിട്ട് ബ്ലാസ്കോയുടെ അടുത്ത് നമ്മുടെ മാർത്ത വന്നിരിക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുക? എന്ത് ചെയ്യാനാ? നമുക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങൾ പറയാം. ചിലപ്പോൾ ഇനി അങ്ങോട്ടേക്ക് പോയിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല, കാരണം പോലീസുകാരൊക്കെ ഇനി സോംബികളായി മാറിയിട്ടുണ്ടെങ്കിലോ. പെട്ടെന്ന് തന്നെ മഴ പെയ്യാനായിട്ട് ആരംഭിച്ചു. അതോടുകൂടിയിട്ട് ഇവരുടെ വാനിന്റെ മുകളിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കാണ്. നേരത്തെ തന്നെ ആ ഒരു സോംബി ഇവരുടെ വാനിന്റെ മുകളിൽ കയറിയിട്ടുണ്ടായിരുന്നു. മഴ പെയ്തതോട് കൂടിയിട്ട് ഈ ഒരു സോംബിക്ക് ഹാലിളകിയിട്ടുണ്ട്. എന്റെ വാൻ നശിപ്പിക്കാനായിട്ട് നോക്കുന്നോടി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബ്ലാസ്കോ വാൻ സാട്ടാനായിട്ട് ബ്രേക്ക് ഇട്ടു. അതോട് കൂടിയിട്ട് ഈ ഒരു സോംബി റോഡിലേക്ക് തെറിച്ചു വീഴുകയാണ്. ബ്ലാസ്കോ ഒട്ടും വൈകിച്ചില്ല, അപ്പൊ തന്നെ ആ ഒരു സോംബിയുടെ മേത്തൂടെ വാൻ കയറ്റുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സ് എടുത്തിട്ട് ഒക്കെ കയറ്റി കളിക്കുകയാണ്. കലിപ്പ് തീരണില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബ്ലാസ്കോ വീണ്ടും കയറ്റിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാണ്. പക്ഷെ ആ ഒരു സോംബിക്ക് ഒന്നും പറ്റിയില്ല. ബ്ലാസ്കോയും നമ്മുടെ മാർത്തയാണെന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടല്ലോ എന്ന സമാധാനത്തോട് കൂടിയിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2-3 ചുരം കൂടി കയറിയിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്ഥലമെത്തും. അവിടേക്ക് എത്തിയ പിന്നെ കുഴപ്പമില്ല എന്നാണ് ബ്ലാസ്കോ പറയുന്നത്. വണ്ടി ഇപ്പൊ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പതുക്കെയാണ് പോകുന്നത്. പെട്ടെന്നാണ് ഒരു വലിയ സൗണ്ട് ഇവർ കേൾക്കുന്നത്. നോക്കുമ്പോൾ ഇവരുടെ വാനിന്റെ പുറകിലായിട്ട് ആ ഒരു സോംബി വീണ്ടും വന്നിരിക്കുകയാണ്. ഈ ഒരു ഡ്രൈവർ ഇരിക്കുന്ന ആ ഒരു കമ്പാർട്ട്മെന്റിന് ചെറിയൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സോംബിക്ക് ഇപ്പൊ ഇവരെ ആക്രമിക്കാനായിട്ട് കഴിയില്ല. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ബ്ലാസ്കോ ബോധം കെട്ടു പോവാണ്. അങ്ങനെ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മാർത്ത പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും പുറകിലത്തെ ആ ഒരു ഡോർ തുറക്കുകയാണ്. ഈ ഒരു സോംബി ആണെന്നുണ്ടെങ്കിൽ ബ്ലാസ്കോയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബ്ലാസ്കോ ഫ്രണ്ടിലിരിക്കുകയാണല്ലോ. ആ ഒരു തക്കത്തിന് വളരെ പതിയെ നമ്മുടെ മാർത്ത ആ ഒരു വെള്ളം കുപ്പി എടുക്കുന്നുണ്ട്. ഈ ഒരു സോംബിയുടെ വായിൽ നിന്ന് എന്തൊക്കെയോ തുപ്പലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊക്കെ മാർത്തയുടെ മേല് വീഴുന്നുണ്ട്. അവളതൊന്നും കാര്യമാക്കാതെ ആ ഒരു കുപ്പി എടുത്തിട്ട് വേഗം ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴും ഈ ഒരു സോംബി ബ്ലാസ്കോയെ തന്നെ ഇങ്ങനെ കൊതിയൂറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ഒരു സോംബിയുടെ വായിൽ നിന്ന് ഒരു വലിയ നാക്ക് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് നമ്മുടെ ബ്ലാസ്കോയുടെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റി പിടിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് അപ്പോഴേക്കും നമ്മുടെ മാർത്ത ആ ഒരു നാക്കുമ്മല് കാർ സിഗരറ്റ് ലൈറ്റർ ഉപയോഗിച്ച് പൊള്ളിച്ചു. അതോടുകൂടിയിട്ട് ഈ ഒരു സോംബി അതിന്റെ നാക്ക് അങ്ങോട്ടേക്ക് തന്നെ വലിച്ചെടുത്തു. ഭാഗ്യത്തിന് നമ്മുടെ ബ്ലാസ്കോ രക്ഷപ്പെട്ടു. പക്ഷെ വീണ്ടും ഈ ഒരു സോംബി ഇവരെ ആക്രമിക്കാനായിട്ട് വരികയാണ്. അപ്പോഴേക്കും ബ്ലാസ്കോ വീണ്ടും വണ്ടി എടുത്തു. പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സോംബി. ഒരു രക്ഷയില്ല. എന്നിട്ട് ഇവരുടെ വാന്റെ പുറകിലുണ്ടായിരുന്ന ആ ഒരു ഡോറും തുറന്നിട്ട് അകത്തേക്ക് വീണ്ടും കയറുകയാണ്. ഇത്തവണ ആ ഒരു ഗ്ലാസിന്റെ ബോർഡ് തകർക്കാനായിട്ട് അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് തകരുകയും ചെയ്തു. അതോടുകൂടിയിട്ട് നമ്മുടെ ബ്ലാസ്കോ ഒരു കാര്യം തീരുമാനിച്ചു, ഈ വാന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഇടിപ്പിക്കുക. അതോടുകൂടിയിട്ട് എല്ലാത്തിന്റെയും കഥ കഴിയുമല്ലോ. അങ്ങനെ അത് തന്നെ നമ്മുടെ ബ്ലാസ്കോ ചെയ്തു. എന്തോ ഭാഗ്യത്തിന് മാർത്തയ്ക്കും ബ്ലാസ്കോയ്ക്കും ഒന്നും പറ്റിയില്ല. ആ ഒരു സൂംബിയെ അവിടെ കാണാനുമില്ല. ഇവരങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നോക്കുമ്പോഴാണ് ഈ ഒരു സൂംബി വീണ്ടും ഇവരുടെ ഫ്രണ്ടിൽ വരുന്നത്. അതോടുകൂടിയിട്ട് നമ്മുടെ ബ്ലാസ്കോയ്ക്ക് ദേഷ്യം പിടിച്ചു. വാനിന്റെ പുറകിലുണ്ടായിരുന്ന അവന്റെ ആ ഒരു വാൾ അവൻ എടുക്കുകയാണ്. പണ്ട് അവനൊരു ബുൾ ഫൈറ്റർ ആയിരുന്നു. ഇപ്പൊ ഒരു കാളയെ എങ്ങനെ മെരുക്കുന്നത് അതുപോലെ സോംബിയെ മെരുക്കാനായിട്ട് അവൻ നോക്കുകയാണ്. പക്ഷെ നടന്നില്ല. അവനെ കൊല്ലാനായിട്ട് നിൽക്കുമ്പോഴേക്കും നമ്മുടെ മാർത്ത വന്നിട്ട് ഈ ഒരു സോംബിയെ തീർത്ത് കളയുകയാണ്.
ശേഷം ഇവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് പോകാനായിട്ട് നിൽക്കുമ്പോൾ മാർത്തയുടെ ശരീരത്തിലുണ്ടായിരുന്ന ആ ഒരു ക്രീച്ചർ ഇവർക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ആ ഒരു ക്രീച്ചറിനെ അപ്പൊ തന്നെ കത്തിച്ചു കളയുകയാണ്. ബ്ലാസ്കോയുടെ ഏറെ പ്രിയപ്പെട്ട നെസ്സ എന്ന് പറയുന്ന ആ ഒരു വാൻ ഇപ്പോൾ തകർന്നു കിടക്കുകയാണ്. നെസ്സയോട് വിട പറയുന്നത് ഒരു ഡാൻസിലൂടെ തന്നെ ആകട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബ്ലാസ്കോയും മാർത്തയും അവിടെ നിന്ന് ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഇവര് നടത്തം ആരംഭിച്ചു. നടന്ന് രാവിലെ ആയപ്പോഴേക്കും ഒരു റെസ്റ്റോറന്റിന്റെ ഫ്രണ്ടിലേക്ക് എത്തി. അതിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോ ആരും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ എന്തായാലും ഒന്ന് ബാത്റൂമിൽ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാർത്ത അവിടുത്തെ ബാത്റൂമിലേക്ക് പോയി. ഈ സമയം നമ്മുടെ ബ്ലാസ്കോ ആണെന്നുണ്ടെങ്കിൽ 2 വീശാം എന്ന് വിചാരിച്ചിട്ട് ഒരു കുപ്പിയൊക്കെ പൊട്ടിക്കുന്നു. ബ്ലാസ്കോ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് സ്വയം ചേഴ്സ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ അവൻ ഇരിക്കുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് ഒരാൾ മരിച്ചു കിടക്കുന്നത് അവൻ കാണുന്നില്ല. മാർത്ത ആവട്ടെ കണ്ണാടി നോക്കി നിൽക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ബ്ലാസ്കോയുടെ അടുത്തേക്ക് ഒരുപാട് സൂംബികൾ വരികയാണ്. അവനാകെ ഞെട്ടിത്തരിച്ചു പോയി. ഒപ്പം അങ്ങോട്ടേക്ക് നമ്മുടെ മാർത്തയും വരുന്നുണ്ട്. മാർത്തയും ഒരു സൂംബിയായി മാറിയിട്ടുണ്ടായിരുന്നു. ബ്ലാസ്കോ ആകെ ഞെട്ടി തരിച്ചു നിൽക്കുകയാണ്. എന്താ ഇനി ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തവും ഇല്ല. അവനാണെന്നുണ്ടെങ്കിൽ മദ്യപിച്ച് തുടങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ ശരി, എന്റെ കാര്യം ഏകദേശം തീരുമാനമായിട്ടുണ്ട്, എല്ലാവർക്കും ചിയേഴ്സ് എന്ന് പറയുന്ന ഒരു സീനോട് കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടുകാരെ ഇന്നത്തെ സിനിമ? ഇതൊരു സോംബി സിനിമയാണോ പാരസൈറ്റ് സിനിമയാണോ എന്നൊക്കെ ചോദിച്ചാൽ ഒരു ഉത്തരവുമില്ല. കാരണം ഒരു പാരസൈറ്റ് ഒരു മനുഷ്യന്റെ ദേഹത്തേക്ക് കയറിയിട്ട് അയാൾ ഒരു സോംബിയുടേത് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, കടിച്ചു കീറുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സോംബി പടമാണ്, ഒരു പാരസൈറ്റ് പടവുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റ, ബൈ ബൈ.